നമ്മൾ താനൂരിലേക്കാണ് പോകുന്നത്. കസ്റ്റഡി കൊലയിലെ CBI അന്വേഷണത്തിലെ കുറ്റപത്രത്തിലും അടിമുടി പൊരുത്തക്കേടുകൾ. കൊല്ലപ്പെട്ട താമിർ ജിഫ്രിക്ക് എതിരായ ലഹരി കേസിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതാണ് ഈ കുറ്റപത്രം എന്നതാണ് വിമർശനം. മാത്രമല്ല, വ്യാജരേഖയുണ്ടാക്കാൻ കൂട്ടുനിന്ന തിരൂരങ്ങാടി CI ആയിരുന്ന KT ശ്രീനിവാസനെ പ്രതി ചേർത്തിട്ടുമില്ല. താമിർ ജിഫ്രിക്കെതിരായ ലഹരിക്കേസിൽ ദേഹപരിശോധന നടത്തിയതും മഹസർ തയ്യാറാക്കിയതും അന്നത്തെ തിരൂരങ്ങാടി CI ആയ KT ശ്രീനിവാസനാണ്. അർദ്ധരാത്രി 1:40 ദേവതാർ പാലത്തിന് താഴെ വെച്ചാണ് താമിർ ജിഫ്രിയെ പിടികൂടിയതെന്ന് മഹസറിൽ പറയുന്നുണ്ട്. എന്നാൽ വെറും 5 മിനിറ്റ് വ്യത്യാസത്തിൽ 1:45 സ്റ്റേഷനിലെ ഗാർഡ് ഡ്യൂട്ടി പരിശോധന നടത്തിയതിന്റെ രേഖ CBI കുറ്റപത്രത്തിലുണ്ട്. എന്നാൽ KT ശ്രീനിവാസൻ ദേഹപരിശോധന നടത്തിയിട്ടില്ലെന്നാണ് ഒപ്പമുണ്ടായിരുന്ന CPOയുടെ മൊഴി. പിറ്റേ ദിവസം രാവിലെയാണ് CI രേഖകളിൽ ഒപ്പുവെച്ചത്. ലഹരിക്കേസുകളിൽ മഹസർ തയ്യാറാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും വേണമെന്നിരിക്കെ പിടികൂടി 5 മിനിറ്റിനുള്ളിൽ സ്റ്റേഷൻ നടപടികൾ പൂർത്തീകരിച്ചത് എങ്ങനെയെന്ന ചോദ്യം അവശേഷിക്കുന്നു. സുതാര്യമാക്കുമെന്ന് പ്രതീക്ഷിച്ച CBI അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നോ എന്ന സംശയവും ശക്തമാണ്. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് TV. S. വിജയകുമാർ, CBI വരുമ്പോൾ കുടുംബത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊലക്കുറ്റം ഒഴിവാക്കി, ആദ്യഘട്ടത്തിൽ കൊലക്കുറ്റം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും അന്തിമ കുറ്റപത്രത്തിൽ ഈ പോലീസുകാർക്കെതിരായ കുറ്റങ്ങളൊക്കെ ലഘൂകരിച്ചു, ചിലരെ ഒഴിവാക്കി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇതിൽ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് എന്താണ്? സുജിയ, നമ്മുടെ നാട്ടിൽ ഈ കസ്റ്റഡി കൊലപാതകങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് CBI അന്വേഷിക്കട്ടെ എന്നൊരു തീരുമാനം കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുണ്ട്. നല്ലതാണ്. കേരളത്തിലെ പോലീസ് വിശ്വാസമില്ലാത്തപ്പോൾ സ്വാഭാവികമായും CBI അന്വേഷണം ആവശ്യപ്പെടും. അപ്പോൾ അത് അത്തരം ആവശ്യം ഉയരുന്നതിന് മുമ്പ് തന്നെ ആ കേസുകൾ CBIക്ക് വിടട്ടെ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ഇവിടെ നോക്കൂ, ആ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ CBI കണ്ടെത്തുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് പറയുന്ന കുറ്റം പോലും CBI ഈ പ്രതികൾക്കെതിരെ ചുമത്തുന്നില്ല എന്നുള്ളതാണ് അതിൽ അട്ടിമറി എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന, അല്ലെങ്കിൽ അത്തരം ഒരു സംശയം ഉയരുന്നത്, ഒരു ആരോപണം ഉയരുന്നത്. അതിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടക്കട്ടെ. നമുക്ക് തൽക്കാലം അതുവരെ കാത്തിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുജിയ, ജോഷി കുര്യൻ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കോ ഡാൻസ് ഓഫ് സംഘത്തിന്റെ ഗൂഢാലോചനയോ അതൊന്നും CBIയുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് വന്നില്ല എന്നാണ് കൊല്ലപ്പെട്ട താമിർ ജിഫ്രിയുടെ കുടുംബം പറയുന്നത്. അത് അന്വേഷിക്കപ്പെടേണ്ടതായിരുന്നില്ലേ? CBIക്ക് ഇക്കാര്യത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ടോ എന്ന് വിചാരണ കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് കേസ് പഠിച്ചതിൽ നിന്ന് മനസ്സിലായത്, അതായത് ഈ താമിർ ജാഫ്രിയുടെ മരണത്തിന് കാരണക്കാരായ, അതായത് കസ്റ്റഡിയിൽ വെച്ച് ഇയാളെ മർദ്ദിച്ച ആളുകൾ അതിൽ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ആ ആളുകളാണ് സ്വാഭാവികമായും ആ കൊലക്കുറ്റത്തിൽ പെടുക എന്നുള്ളതാണ് CBIക്ക് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിലാണ് ആ കേസിൽ നേരിട്ട് ബന്ധമുള്ള, ഈ മരണവുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളെ കേസിൽ പ്രതി ചേർത്തത്. ബാക്കി ആ കേസിലെ തിരുത്തലുകൾ അല്ലെങ്കിൽ രേഖകളിൽ എന്തെങ്കിലും തിരിമറികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വകുപ്പുതല അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരേണ്ടുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിനെ ഈ കേസിന്റെ ഭാഗമാക്കാതെ CBI കുറ്റപത്രം സമർപ്പിച്ചതെന്നുള്ളതാണ്. എന്തായാലും സ്വാഭാവികമായും ഈ കേസിൽ താമിർ ജഫ്രിയുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അക്കാര്യം വിചാരണ കോടതിയെയോ എറണാകുളം CJM കോടതിയോ അറിയിക്കാവുന്നതുമാണ്. സുജയ, 2023 ഓഗസ്റ്റ് 1 മലപ്പുറം തിരൂരങ്ങാടി സ്വദേശി 30-കാരനായ PM താമിർ ജിഫ്രി താനൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. അതൊരു കസ്റ്റഡി കൊലപാതകമാണ് എന്നത് ബോധ്യമാകുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ താമിറിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ ക്രൂരമായ മർദ്ദനമേറ്റതിന്റെ ഏകദേശം 20-ലധികം പരിക്കുകളാണ് കണ്ടെത്തിയത്. അപ്പോൾ ലഹരി കേസിൽ ലഹരി വിഴുങ്ങി തുടങ്ങിയ കാര്യങ്ങളാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഡാൻസ് ഓഫ് സംഘം, ഡാൻസ് ഓഫ് സ്ക്വാഡിൽ മലപ്പുറത്ത് ഉണ്ടായിരുന്ന ജിനേഷ്, ആൽബിൻ അഗസ്റ്റിൻ, അഭിമന്യു, വിപിൻ ഇവരെയാണ് CBIയും അറസ്റ്റ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അന്വേഷണം നീളാത്തത് എന്താണ് എന്ന ചോദ്യമാണ് താമിർ ജിഫ്രിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ഈ കേസിൽ കൃത്യമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CBI വന്നപ്പോൾ തങ്ങൾക്ക് നീതി കിട്ടും, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ നിന്നും നീതി കിട്ടും എന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ നീതിയുടെ പ്രതീക്ഷ മങ്ങുന്നു എന്നതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അതിൽ അന്വേഷണം നടക്കട്ടെ, കുടുംബത്തിന്റെ അവരുടെ വിഷമം അത് കാണട്ടെ, അതിനനുസരിച്ച് കൃത്യമായ ഒരു മറുപടി അവർക്ക് കിട്ടട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ സുജിയ, CBIക്കും ക്രൈംബ്രാഞ്ചിനും ഇടയിൽ നിൽക്കുന്ന ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ടല്ലോ, അതേതൊക്കെയാണോ? താമിർ ജിഫ്രിക്കെതിരായ ലഹരി കേസ് വ്യാജമാണെന്നും അതിനായി പോലീസ് ഉദ്യോഗസ്ഥർ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും വ്യക്തമായിട്ടും കുറ്റപത്രത്തിൽ അവരെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ്? തന്നെയുമല്ല, വ്യാജരേഖ ഉണ്ടാക്കാൻ കൂട്ടുനിന്നതായി ആരോപണമുയർന്ന തിരൂരങ്ങാടി മുൻ CI KT ശ്രീനിവാസനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാണോ എന്ന ചോദ്യവുമുണ്ട്. Big TV, without fear or favor.